അല്പനേരത്തെ ചിന്തയ്ക്കായി എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 11, 12 വചനങ്ങളാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രാർത്ഥനാമുറിയിൽ ബോധ്യം തന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11, 12 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എബ്രായ ലേഖന കർത്താവ് പരിശുദ്ധാത്മ നിയോഗിതനായി കുറിച്ചിരിക്കുന്ന 6-ാം അധ്യായത്തിൻ്റെ 11, 12 വാക്യങ്ങളാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിച്ചത്. ഈ വാക്യത്തിനകത്ത് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി നമ്മളോട് സംസാരിക്കും. 4 കാര്യങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. നാം പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. 2, അവസാനത്തോളം ഒരുപോലെ നാം ഉത്സാഹം കാണിക്കണം. 3, നിങ്ങൾ മന്ദത ഉള്ളവർ ആകരുത്. 4, വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവർ ആകണം. ഈ 4 കാര്യങ്ങൾ പൗലോസ് എബ്രായ ലേഖന കർത്താവ് എബ്രായ വിശ്വാസികൾക്ക് എഴുതുന്ന ഭാഗമാണ്. അല്പനേരം നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ധ്യാനിക്കാൻ പോവുക. എബ്രായ ഇതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആൾക്കാർ പിന്മാറ്റത്തിലേക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി കുറച്ചു പേര്. അപ്പോൾ പിന്മാറിപ്പോകരുത് എന്ന് പറഞ്ഞ് ഈ എബ്രായ ലേഖനം എഴുതുകയാണ്. അവർ ഇല്ല എന്ന് പറഞ്ഞാണ് പിന്മാറിപ്പോയത്. സ്തോത്രം. ഞങ്ങൾക്ക് ഒരു പുരോഹിതനില്ല, ഞങ്ങൾക്ക് ഒരു പള്ളിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോയപ്പം ഉണ്ട് എന്ന് ഈ ലേഖനകർത്താവ് എഴുതുക. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഇത് എന്തവരില്ലെന്ന് പറഞ്ഞു, അതല്ല ഉണ്ട് എന്ന് എഴുതി കുറിക്കുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് അല്പസമയം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. ഈ 6-ാം അധ്യായം നമ്മൾ മുഴുവൻ പഠിക്കുമ്പം ചിലരെ പിന്മാറിപ്പോയ അവസ്ഥ കാണുന്നുണ്ട്, ചില കുടുംബങ്ങളിൽ ശാപം വെളിപ്പെട്ട അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ എബ്രായ ലേഖന കർത്താവ് എഴുതുകയാണ്, സ്തോത്രം, അങ്ങനെ നിങ്ങൾ പിന്മാറിപ്പോകരുത്. സ്തോത്രം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാണ്. മാത്രമല്ല, നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തതെല്ലാം എൻ്റെ ദൈവം ഓർത്ത് നിങ്ങളെ മാനിക്കുന്ന ദൈവമാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുക. ഇവിടുത്തെ 1-ാമത്തെ ആശയം പ്രത്യാശയുള്ളവരായിരിക്കണം. പ്രത്യാശയുടെ ഓപ്പോസിറ്റ് എന്തുവാ? നിരാശ. നമ്മളിന്നിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യാശയുള്ളതുകൊണ്ടാണ്. നിരാശപ്പെട്ടിരിക്കുവാണെങ്കിൽ രാവിലെ കമ്പിളി പോതിച്ച് കമ്പിളിക്കീഴിൽ ഇപ്പോൾ ഉറങ്ങിയേനെ. നല്ല തണുപ്പും മഴയൊക്കെ അല്ലേ, ആരാ രാവിലെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? രാവിലെ ഉറങ്ങാത്തതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? എത്ര പ്രശ്നം വന്നിട്ടും നിന്നെ തകർക്കാത്തത് നിനക്ക് പ്രത്യാശയുള്ളതുകൊണ്ടാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നമുക്ക് എന്തോ ഉണ്ടോണ്ടാ? പ്രത്യാശയുള്ളതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ തകരുവെന്ന് പിശാച് വാദിക്കുമ്പോഴും നിനക്ക് പ്രത്യാശയുണ്ട്, അതിൽ നിന്ന് ദൈവം എന്നെ കരകയറ്റും. പ്രത്യാശ ഒരു വലിയ വിഷയമാണ്. പ്രത്യാശയില്ലാത്ത മനുഷ്യർ, ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു പാഴ്സണയിലാണ് താമസിക്കുക, എലവന്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ രാവിലെ എന്നെ കാണാൻ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇച്ചിരി പൈസ കടം തരണം. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ചേട്ടത്തിയും കുടുംബവും ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിച്ചു എന്തുവാ പ്രശ്നം? പറഞ്ഞു, അവർക്ക് ഭയങ്കര കടമായിരുന്നു, അതുകൊണ്ട് അവർ ഹോട്ടലെടുത്ത് വിഷം കടിച്ച് മരിച്ചെന്ന് പറഞ്ഞു. പേപ്പറിലൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ കടം? 3 ലക്ഷം രൂപ കടമുണ്ട്, അവർക്ക് വീട്ടാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ പോയി ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ പൈസയൊക്കെ കൊടുത്തേച്ച് തൃപ്പൂണിത്തുറ ഒരു യോഗത്തിന് ചെന്നപ്പം ഒരു അംബാസഡർക്കാർ കൊണ്ട് പാർക്ക് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് നൃത്തം ചെയ്ത് ആരാധിക്കുക. യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക് വന്നു കഴിഞ്ഞ്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, 85 ലക്ഷം രൂപ കടമുണ്ടെന്ന് മാറാൻ കേട്ടോ. 3 കോടി കടമുള്ള ആൾ ആത്മഹത്യ ചെയ്തപ്പോൾ 85 കോടി കടമുള്ള കൈയടിക്കുക. അവന് പ്രത്യാശയുണ്ട്. മനസ്സിലായി? നിൻ്റെയും എൻ്റെയും ലൈഫിൻ്റെ ഏറ്റവും വലിയ വിജയം എന്തുവാ? പ്രത്യാശയുണ്ടെന്നുള്ളതാണ്. നിരാശയെ തകർക്കുന്നൊരു വലിയ കാര്യമാണ് നമ്മുടെ അകത്ത് വെളിപ്പെടുന്ന പ്രത്യാശ. നീ എത്ര വലിയ പ്രതിസന്ധി കൂടെ പോയാലും ഓർത്തോണം, നിൻ്റെ അകത്ത് പ്രത്യാശയുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രത്യാശയില്ലാത്തപ്പോൾ അബ്രഹാമിനെ വിളിച്ചു ദൈവം പ്രത്യാശ കൊടുത്തു. ആകാശത്തിൽ നോക്ക, നക്ഷത്രത്തെ എണ്ണാങ്കി എണ്ണ, ഇതുപോലെ നിനക്ക് പിള്ളേരെ തരാം. സ്തോത്രം. അവൻ ഇച്ചിരി ഒന്ന് അബ്രഹാം ഒന്ന് ഡൗൺ ആകുമ്പോൾ ദൈവം ദർശനത്തിൽ വന്നേച്ച് പറയും, അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് പിള്ളേരെ തരാം, കടൽക്കടലിലെ മണത്തരി പോലെ നിനക്ക് പിള്ളേരെ തരാം. പിന്നെയും പുള്ളി ഇച്ചിരി ഡൗൺ ആകുമ്പോൾ വന്നേച്ച് പറയും, എൻ്റെ പേര് സർവശക്തൻ എന്നാണ്.
നീ എൻ്റെ മുമ്പാകത്ത് കണ്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഓരോ വചനങ്ങളും ഓരോ ദർശനങ്ങളും ഓരോ സ്വപ്നങ്ങളും ഓരോ വെളിപ്പാടുകളും നമ്മുടെ അകത്ത് വലിയ പ്രത്യാശയുടെ സമൃദ്ധി നൽകുന്നതാണ്. ഒരു